വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാരിക്കുന്നത്. നമ്മുടെ +2 ഈ വർഷത്തെ 2028 ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെട്രിക്സ് എന്ന് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനൊരു ചോദ്യം കണ്ടിട്ടില്ല അല്ലേ. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഇത് തന്നിരിക്കുന്നത് A is equal to, നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് വന്നിട്ട് ഇസ് എ സ്കേലാർ മെട്രിക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് A plus 2B plus 3C plus D. ഇതിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. സ്കേലാർ മെട്രിക്സ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സ്കേലാർ മെട്രിക്സ്? നമുക്ക് അറിയാം സ്കേലാർ മെട്രിക്സിന്റെ ഡയഗണൽസ് ഒക്കെ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ. പക്ഷെ ഇവിടെ ഈക്വൽ അല്ല. A B B ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഡയഗണൽസ് സെയിം ആവും വേണം. ഡയഗണൽ ഇല്ലാത്ത നോൺ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. പക്ഷെ അതുമല്ല, ഇവിടെ നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കി നോക്കൂ. B ഉണ്ട്, C ഉണ്ട് അല്ലേ. അപ്പോൾ അത് 0 ആയിരിക്കണം. അപ്പോൾ സ്കേലാർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ബിന്റെ വാല്യൂ 0 കൊടുക്കാം, സിന്റെ വാല്യൂ 0 ആയിരിക്കണം. ബിക്കോസ് സ്കേലാർ മെട്രിക്സ് ആണല്ലോ. അപ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് അവിടുന്ന് കിട്ടി. ഇനി അടുത്ത എന്താ പറയുന്നത്? നമ്മുടെ കണ്ടീഷൻ എന്താ? സ്കേലാർ മെട്രിക്സിന്റെ ഡയഗണൽ ഒക്കെ സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ A ഈക്വൽ ടു D ഈക്വൽ ടു B, ഇതൊക്കെ സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, B 0 കിട്ടി. എന്താണ് അതിന്റെ അർത്ഥം? B 0 കിട്ടിയാൽ ഇതെല്ലാം സെയിം ആണ് അല്ലെ. സെയിം ആണെങ്കിൽ B 0 കിട്ടിയാൽ എയും ഡിയും 0 ആയല്ലോ. അപ്പൊ A is equal to D equal to B equal to 0 ആയല്ലോ. എല്ലാ വാല്യൂ 0 ആയി. ഇനി ഈ വാല്യൂ ഒക്കെ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? A എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 2 ടൈംസ് B എന്ന് പറഞ്ഞാൽ 2 ടൈംസ് 0 പ്ലസ് 3 ടൈംസ് 0 പ്ലസ് D. ഇനി ഇവിടെ ഒരു D ഉണ്ട്. D എന്താണ്? ഇവിടെ D കൂടി ഉണ്ട്. അതെ, D 0 ആണല്ലോ. അപ്പൊ ഇതും കൂടി 0. അപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? വാല്യൂ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്കേലാർ മെട്രിക്സിന്റെ ഒരു ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഡയഗണൽ മെട്രിക്സും സ്കേലാർ മെട്രിക്സും സീറോ മെട്രിക്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ചാപ്റ്ററിൽ അല്ലേ. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. A ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ B തന്നിട്ടുണ്ട്. ഫൈൻഡ് B ട്രാൻസ്പോസ് ഇൻറ്റു A ട്രാൻസ്പോസ്. രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്ന് A ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അല്ലെ. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എന്ത് എടുത്താൽ മതി? നേരെ തിരിച്ച് ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ആണ് അല്ലെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ A നമുക്ക് എന്ത് കിട്ടും? A എന്നുള്ള മെട്രിക്സ് നമുക്ക് ഇവിടെ എഴുതാം. A is equal to -1 2 3 കിട്ടും അല്ലെ. അതൊരു കോളം ആയിരുന്നു. കോളമിനെ നമ്മൾ എന്താക്കി? റോ ആക്കി മാറ്റി. ഇനി ഇവിടെ റോ ആണ്. റോയെ നമ്മൾ എന്താക്കി മാറ്റും? കോളം ആക്കി. -2 -1 -4. അപ്പോൾ -2 -1 -4. ഇനി ഇവിടെ നോക്കി നോക്കൂ, എന്താണ് ചോദ്യം? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേരെ തിരിച്ചാണ്. B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് അല്ലെ. അപ്പൊ നമുക്ക് രണ്ടിന് ട്രാൻസ്പോസ് ഒക്കെ ഇപ്പോൾ അവിടെ എടുത്തു. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ആദ്യം എന്താണ്? B ട്രാൻസ്പോസ്. ഇത് കണ്ടുപിടിച്ചത് A ട്രാൻസ്പോസും ഇതെന്താണ്? B ട്രാൻസ്പോസും. ഇനി B ട്രാൻസ്പോസ് മൾട്ടിപ്ലൈഡ് ബൈ A ട്രാൻസ്പോസ് അല്ലേ. ഇതല്ലേ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്? 2 3. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നേരെ തിരിച്ച് എന്ന് വെച്ചാൽ B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ്, അതാണ് നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം റോ ബൈ കോളം ആണ് നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ 3/1 ആണ്. 3 റോസും ഒരു കോളമാണ്. ഇവിടെ എത്ര റോ ഉണ്ട്? 1 റോവും 3 കോളംസും ആണ്. അപ്പോൾ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് 3/3 ആയിരിക്കും. നോക്കി നോക്കാം എങ്ങനെയാണ് കിട്ടുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? -2 × -1 +1 കിട്ടി. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ചെയ്തപ്പോൾ -4 കിട്ടി. പിന്നെ -6 കിട്ടി. പിന്നെ ഇവിടെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ചെയ്തപ്പോൾ +1. ഇവിടെ -2 -1 × 3 -3 പിന്നെ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 4. അതേപോലെ തന്നെ -8 -12.
ഓക്കെ, അപ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ് നമുക്കിവിടെ എന്ന് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യം ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 3 ക്വസ്റ്റ്യൻ നമ്പർ 3 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്, ഇതും. അപ്പോൾ ഇത് ടഫ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ സ്കെലാർ മെട്രിക്സ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്ന ഒരു 1 മാർക്ക് ചോദ്യമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ടഫ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് നന്നായിട്ട് ക്ലിയർ ചെയ്യുക, അല്ലേ, നന്നായി പ്രാക്ടീസ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രോബ്ലംസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.